വികസിത് ഭാരത് 2047 എന്നത് വെറുമൊരു മുദ്രാവാക്യമല്ല, മറിച്ച് രാജ്യത്തോടുള്ള പ്രതിബദ്ധതയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭാരത് മണ്ഡപത്തിൽ ചേർന്ന നിർണായക കേന്ദ്രമന്ത്രിസഭാ യോഗത്തിലാണ് 2047 ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കാനുള്ള ലക്ഷ്യത്തിലേക്ക് രാജ്യം അതിവേഗം കുതിക്കുകയാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്. ഭാരതത്തെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കുവാനുള്ള മോദി സർക്കാരിന്റെ നിശ്ചയദാർഢ്യത്തിന് അടിവരയിട്ട് ഭാരത് മണ്ഡപത്തിൽ നിർണായക മന്ത്രിസഭാ യോഗം ചേർന്നു. വികസിത ഭാരത് 2047 എന്നത് കേവലം രാഷ്ട്രീയ മുദ്രാവാക്യമല്ല, മറിച്ച് രാജ്യത്തെ ഓരോ പൗരനോടുമുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. ഇതിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ നടപ്പാക്കേണ്ട 100 ദിവസത്തെ കർമ്മ പദ്ധതികൾ കേന്ദ്ര മന്ത്രിസഭ വിശദമായി വിലയിരുത്തി. വികസന കുതിപ്പിന് വേഗത കൂട്ടാൻ മന്ത്രാലയങ്ങൾ തമ്മിലുള്ള ഏകോപനം ശക്തമാക്കണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. ഭരണനിർവഹണത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും സർക്കാർ തയ്യാറല്ലെന്ന കടുത്ത സന്ദേശമാണ് പ്രധാനമന്ത്രി നൽകിയത്. ഫയലുകളിൽ അനാവശ്യമായ കാലതാമസം വരുത്തരുതെന്നും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകും വിധം ഭരണ നടപടികൾ കൂടുതൽ ലളിതമാക്കണമെന്നും മന്ത്രിമാർക്ക് കർശന നിർദ്ദേശം നൽകി. ചില മന്ത്രാലയങ്ങളുടെ മോശം പ്രകടനത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച പ്രധാനമന്ത്രി അടിയന്തരമായി തിരുത്തൽ നടപടികൾ സ്വീകരിക്കുവാനും ആവശ്യപ്പെട്ടു. ആഗോളതലത്തിൽ ഭാരതം കൈവരിച്ച നയതന്ത്ര വിജയങ്ങളും യോഗത്തിൽ ചർച്ചയായി. വിദേശ രാജ്യങ്ങളിലെ വിജയകരമായ സന്ദർശനത്തിന്റെ നേട്ടങ്ങൾ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യോഗത്തിൽ വിശദീകരിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷവും ഹോർമുസ് കടലിടുക്കിലെ തടസ്സങ്ങളും സൃഷ്ടിക്കുന്ന ആഗോള ഊർജ്ജ പ്രതിസന്ധിയും അതിനെ മറികടക്കാൻ ഭാരതം സ്വീകരിക്കേണ്ട തന്ത്രപരമായ നീക്കങ്ങളും മന്ത്രിസഭ അവലോകനം ചെയ്തു. പ്രതിസന്ധികൾക്കിടയിലും രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത കാത്തുസൂക്ഷിക്കാൻ സർക്കാരിന് കഴിഞ്ഞതായി യോഗം വിലയിരുത്തി. കഴിഞ്ഞ 12 വർഷമായി രാജ്യത്ത് തുടരുന്ന സമാനതകളില്ലാത്ത വികസന വിപ്ലവം ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കാൻ മന്ത്രിമാർക്ക് പ്രധാനമന്ത്രി ആഹ്വാനം നൽകി. ജനക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ സമൂഹത്തിന്റെ അടിത്തട്ടിൽ വരെ എത്തിക്കുകയാണ് ലക്ഷ്യം. മൂന്നാം മോദി സർക്കാരിന്റെ വികസന അജണ്ടകൾക്ക് കൂടുതൽ വേഗത നൽകുന്നതാണ് ഭാരത് മണ്ഡപത്തിൽ നടന്ന നിർണായക മന്ത്രിസഭാ യോഗം. ജനം, ഡൽഹി.